പൗരസ്ത്യ സഭാപിതാക്കന്മാരിൽ അവസാനത്തെ പിതാവ് വിശുദ്ധ ജോൺ ഡമഷീൻ. സിറിയയിൽ ഡമാസ്കസിൽ ജനിച്ചതുകൊണ്ട് നാടിൻ്റെ പേര് ചേർത്താണ് അദ്ദേഹത്തെ ഡമഷീൻ എന്ന് വിളിക്കുന്നത്. കാലിഫിൻ്റെ സാമ്പത്തിക വിദഗ്ധനായിരുന്ന അപ്പൻ മരിച്ചതിന് ശേഷം കൗൺസിലറായി ജോലി ചെയ്തവനാണ് ഡമഷീൻ. അതിനുശേഷം ജെറുസലേമിൽ സാബ ആശ്രമത്തിൽ വന്ന് ശിഷ്ടജീവിതം പൂർത്തിയാക്കുന്നു. വായനയും എഴുത്തും വാഗ്വിലാസവുമായി കടന്ന കാലഘട്ടം. പൗരസ്ത്യ പിതാക്കന്മാരുടെ പ്രബോധനങ്ങളുടെ സംഹിതയായ സനാതന വിശ്വാസ പ്രദീപം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലയോ ഈസോർ രൂപങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ അതിനെതിരെ വിശ്വാസത്തിന് വേണ്ടി നിലയുറപ്പിച്ച ശക്തനായ വക്താവായിരുന്നു ജോൺ ഡമഷീൻ. ചിത്രങ്ങളിൽ, പ്രതിമകളിൽ അതിൻ്റെ പിന്നിലുള്ള വിശുദ്ധനെയാണ് അനുസ്മരിക്കുന്നതെന്നും ആ വിശുദ്ധനോടുള്ള സ്നേഹവും വണക്കവുമാണ് അതിലൂടെ പ്രകടിപ്പിക്കുന്നതെന്നും പ്രഖ്യാപിക്കുകയും രൂപങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്ത ഡമഷ്യാൻ്റെ അടുത്ത് സ്വപ്നത്തിൽ പലപ്പോഴും വിശുദ്ധർ കടന്നു വന്ന് ഞങ്ങളെ കൂടി ഓർക്കണമേ എന്ന് പറയുമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുക. അതുകൊണ്ട് തന്നെ കലയുടെ, കലാരൂപങ്ങളുടെ, ഐക്കണുകളുടെ ഒക്കെ മധ്യസ്ഥനായി വിശുദ്ധ ഡമഷീൻ അറിയപ്പെടുന്നു. വിശുദ്ധരെ നമുക്ക് വണങ്ങാം. വിശുദ്ധരിലൂടെ വിശുദ്ധമായ ഈ ക്രിസ്തുമസ് ഒരുക്കുന്ന ആളുകളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഡമഷീൻ പറയുന്നത് പോലെ പ്രാർത്ഥന അതിലൂടെ വേണം, പഠനവും ഭൗതിക ജീവിതവും. എങ്കിൽ മാത്രമേ വിശ്വാസം ആഴമുള്ളതാകൂ. വിശുദ്ധരോടുള്ള പ്രണയവും മാതാവിനോടുള്ള ഭക്തിയും നമുക്ക് കൈമുതലാകട്ടെ.